ഡോക്ടർ ടി എസ് ശ്യാംകുമാർ, നോക്കൂ, ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ അത്തരത്തിലുള്ള വർഗീയ നീക്കങ്ങൾ, അവരുടെ പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ രാജ്യത്തുടനീളം നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ ആ അർത്ഥത്തിൽ തലപൊക്കിയ ഘട്ടത്തിലൊക്കെ ഇതുപോലെ നേരത്തെ പി ജെ പറഞ്ഞതുപോലെ, പി ജയരാജൻ സൂചിപ്പിച്ചതുപോലെ മതേതര ശക്തികൾ തലക്കടിച്ചിരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മാധ്യമ വാർത്തകളിൽ ഏതോ നേരിയ മേൽക്കൈ കിട്ടി എന്ന വ്യാജ പ്രചരണം, അതിൻ്റെയൊക്കെ പിൻബലത്തിൽ വീണ്ടും ആർ എസ് എസ് തലപൊക്കാൻ ശ്രമിക്കുകയാണ്, സംഘപരിവാർ തലപൊക്കാൻ ശ്രമിക്കുകയാണ്. ക്രിസ്തുവിനെ പോലെ സമാധാനത്തിൻ്റെ പ്രവാചകനെ, ദൈവപുത്രനെ, അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തെ മതാതീതമായി നമ്മളൊക്കെ ആഘോഷിക്കുന്ന ആഘോഷത്തിൽ പോലും നഞ്ചു കലർത്താൻ ശ്രമിക്കുന്നു. ഒരു പാവം അന്യസംസ്ഥാന തൊഴിലാളിയെ വളഞ്ഞിട്ടടിച്ചടിച്ചു കൊല്ലുന്നു ഉത്തരേന്ത്യൻ മാതൃകയിൽ. എസ് ശ്യാംകുമാർ. വളരെ ശക്തമായ ഒരു വിഷയമാണെന്ന് കൈരളി ചർച്ച ചെയ്യുന്നത്. നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ ക്രിസ്തുമസിനെതിരായിട്ടുള്ള, പ്രത്യേകിച്ച് ക്രിസ്തുവിന്റെ ഈ ജന്മദിന പരിപാടികൾക്കെതിരെ, ക്രിസ്തു ജയന്തിക്കെതിരായിട്ടുള്ള ഈ ഒരു ആഹ്വാനം, പ്രത്യേകിച്ച് സംഘപരിവാര ശക്തികളുടെ ആഹ്വാനം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കലാപ ശ്രമങ്ങൾ, വിദ്വേഷ പ്രചാരണങ്ങൾ, ഇതൊന്നും ആദ്യമായിട്ടുള്ളതല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ വിഷയം. ഗ്രഹാം സ്റ്റെയിനെ ചുട്ടുകൊന്നിട്ടുള്ള സംഭവങ്ങൾ മുതൽ നമ്മുടെ മനസ്സിൽ വേണം, എന്നാൽ മാത്രമേ ഇതിന്റെ ഒരു ആഴവും പരപ്പും നമുക്ക് ബോധ്യപ്പെടുത്തുള്ളൂ. നമുക്ക് ഒരു രണ്ട് ചെറിയ സംഭവങ്ങൾ ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കും. അതിലൊന്ന്, ഹരിദ്വാറിലെ കുപ്രശസ്തമായ മതപാർലമെന്റിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ മതപാർലമെന്റിന് ശേഷം, ഹിന്ദുത്വവാദികളുടെ നേതൃത്വത്തിൽ നടന്ന മതപാർലമെന്റിന് ശേഷം ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ സമാനമായ രീതിയിൽ ഒരു മതപാർലമെന്റ്, ഹിന്ദുത്വ പാർലമെന്റ് നടന്നിരുന്നു. ആ ഹിന്ദുത്വ പാർലമെന്റില് പ്രധാനമായിട്ടും അന്നത്തെ ഛത്തീസ്ഗഡ് മുൻ മന്ത്രിയായ ബ്രിജ്മോഹൻ അഗർവാൾ എന്ന് പറയുന്ന ഹിന്ദുത്വവാദി പറഞ്ഞത്, ക്രിസ്ത്യൻ മിഷനറിമാർ മതപരിവർത്തനം ചെയ്യിക്കുകയാണെന്നും അതിനാൽ ഹിന്ദുമതം അപകടത്തിലാണെന്നുമാണ് അന്ന് ഛത്തീസ്ഗഡിൽ റായ്പൂരിൽ നടന്ന പരിപാടിയിൽ ഈ അഗർവാൾ പറഞ്ഞത്. തന്നെയാണ് അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അന്നത്തെ ആ പാർലമെന്റിൽ, ആ മതപാർലമെന്റിൽ പറഞ്ഞു, ക്രിസ്തുമസ് ആഘോഷിക്കുന്നതിനോട് പ്രശ്നമൊന്നുമില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഉപദ്രവമാകാത്ത രീതിയിൽ മാത്രമേ പാടുള്ളൂ എന്ന താക്കീത് അദ്ദേഹം ഈ പാർലമെന്റിൽ നൽകുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ്. ക്രിസ്തുമസ് ഒരു കാരണവശാലും ഇന്ത്യയിൽ ആഘോഷിക്കാൻ പാടില്ല എന്ന സന്ദേശമാണ് അന്ന് ഈ അഗർവാള് ആ പ്രസ്തുത പാർലമെന്റിൽ നൽകിയത്. തന്നെയല്ല, 2021 ആർ എസ് എസിന്റെ നേതാവായ മോഹൻ ഭാഗവത് പറഞ്ഞത്, ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന മതപരിവർത്തന ശ്രമങ്ങളിൽ ഹിന്ദുക്കൾ ജാഗരൂകരായിരിക്കണമെന്നാണ്. ആർ എസ് എസിന്റെ നേതാവിയായിട്ടുള്ള മോഹൻ ഭാഗവത് ഏത് ഹിന്ദുക്കളെ പറ്റിയാണ് ഈ പറയുന്നത്? ഛത്തീസ്ഗഡിലെ ആദിവാസികളെ ഉൾപ്പെടെയുള്ള ആളുകളാണ് ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യുന്നത്. ഈ പറയുന്ന ബ്രാഹ്മണ മതം വളരെ ശ്രേഷ്ഠമായിരുന്നെങ്കിൽ, അവരെ അടിച്ചമർത്തപ്പെടുന്നില്ലായിരുന്നുവെങ്കിൽ മതപരിവർത്തനത്തിന്റെ ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അത്ര ഹീനമായ ആക്രമണങ്ങളാണ് യഥാർത്ഥത്തിൽ ഛത്തീസ്ഗഡിലെ ആദിവാസികൾക്കുൾപ്പെടെ നേരിടേണ്ടി വന്നത് എന്നുള്ളത് ചരിത്ര യാഥാർത്ഥ്യമാണ്, വർത്തമാനകാല ഇന്ത്യൻ യാഥാർത്ഥ്യം കൂടിയാണ്. തന്നെയല്ല, 2023 ആദ്യ പകുതിയിൽ തന്നെ 23 സംസ്ഥാനങ്ങളിലായിട്ട് നടന്ന ആക്രമണങ്ങൾ എന്ന് പറയുന്നത് നൂറുകണക്കിന് ആക്രമണങ്ങളാണ്. 400ഓളം ആക്രമണങ്ങളാണ് ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് നടന്നത് എന്ന് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഉത്തരേന്ത്യയില് ഒരു ദളിത് ക്രിസ്ത്യാനിയുടെ ശവസംസ്കാരം നടത്തിയതിന്റെ പേരിൽ BJPയും ബജറംഗ് ദളും ഒക്കെ ചേർന്ന് ആ ശവം പുറത്തെടുക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് വലിയ കലാപം ഉണ്ടാക്കി. ആ പള്ളിക്ക് നേരെ ആക്രമണം ഉണ്ടായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പിലാണ്. ബൈബിള് കത്തിക്കുന്ന ഛത്തീസ്ഗഡിലും മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യൻ പുരോഹിതന്മാർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. കന്യാസ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പൊ ഈ രീതിയിൽ എന്താണ് പറയേണ്ടത്? ഈ ക്രിസ്ത്യാനികൾക്ക്, മുസ്ലിങ്ങൾക്ക്, ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കെതിരെയുള്ള ആകമാനമായുള്ള അതിക്രമണം ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ആ രീതിയിൽ ഒരു വർഗീയ വിഭജനം കേരളത്തിൽ നടത്താനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് ഹിന്ദുത്വ ശക്തികൾ നടത്തി വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കാസ പോലെയുള്ള സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നത്. ഇതെല്ലാം വളരെ വളരെ ആസൂത്രിതമായിട്ട് തന്നെ നടന്നു വരുന്ന ശ്രമങ്ങളാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വിദ്യാലയങ്ങളിൽ ക്രിസ്തുമസ് ആഘോഷിക്കാൻ പാടില്ല എന്ന ആഹ്വാനം പുറത്തു വരുന്നത്. നോക്കൂ,
നമ്മൾ ഈ സന്ദർഭത്തിലൊക്കെ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വം എന്ന് പറയുന്നത് നാരായണ ഗുരുസ്വാമികളെയാണ്. ഗുരുസ്വാമികൾ പറഞ്ഞ എന്താണ്? സഹോദരൻ അയ്യപ്പന് നേരെ ഹിംസാത്മകമായിട്ട് ബ്രാഹ്മണിസ്റ്റുകൾ ആക്രമണം അഴിച്ചുവിട്ട ഘട്ടത്തിൽ ഹിന്ദു വംശീയവാദികൾ, ബ്രാഹ്മണ്യ വംശീയവാദികൾ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ സഹോദരൻ അയ്യപ്പനോട് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞത് നീ ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കണമെന്നാണ്. അപ്പൊ കേരളത്തിന്റെ ഏറ്റവും വലിയ തത്വവാക്യം എന്ന് പറയുന്നത് നാരായണ ഗുരുസ്വാമി ഉയർത്തിപ്പിടിച്ച തത്വവാക്യാണ്. എന്താണത്? ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കണം. കാരണം മറ്റ് ഒരു ഉദാഹരണമോ മറ്റൊരു ഉപമയോ മറ്റൊരു രൂപകമോ അല്ല നാരായണ ഗുരുസ്വാമികൾ ഉപയോഗിച്ചത്. ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഗുരുസ്വാമികൾ ഉൾപ്പെടെ മതത്തെ, ഇപ്പം ജാതിഭേദം മതദ്വേഷവും നമ്മൾ അരിയുപ്പുറത്തെ ആ വാക്യം നമ്മൾ എപ്പോഴും കേരള സമൂഹം മുഴുവൻ ഓർക്കുന്ന ഒരു വാക്യമാണ്. ജാതിഭേദം എന്നാണ് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞത്. ജാതിഭേദം പാടില്ല. പക്ഷേ മതഭേദം എന്നുള്ള വാക്ക് നാരായണ ഗുരു ഉപയോഗിച്ചില്ല. മതവിദ്വേഷം പാടില്ല എന്നുള്ള, അതായത് എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കുന്ന, എല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു താല്പര്യം, ഒരു ജനാധിപത്യപരമായ മതേതരത്വ ചിന്താഗതി നാരായണ ഗുരുസ്വാമികൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മതവിദ്വേഷം പാടില്ല എന്നാണ് ഗുരുസ്വാമികൾ പറഞ്ഞത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഹിന്ദുത്വവാദികൾ നാരായണ ഗുരുവിനെതിരെ കൂടിയാണ് ഈ പ്രവർത്തിക്കുന്നത്. ക്രിസ്തുമസ് ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുന്നതിലൂടെ നാരായണ ഗുരുവിനെ തന്നെ കേരളത്തിലെ ഹിന്ദുത്വവാദികൾ എതിർക്കുന്നു. ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കണമെന്നാണ് നാരായണ ഗുരു പറഞ്ഞത്. അപ്പൊ ആ വാക്യം ഹിന്ദുത്വവാദികൾക്കും സ്വീകാര്യമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ കേരളത്തിലും വർഗീയ വിഷം കലർത്താനുള്ള അതിശക്തമായ ശ്രമത്തിന്റെ ഭാഗമാണ്. ഒരു കാര്യം കൂടി നമ്മൾ കാണണം. ഈ രാംനാരായണൻ എന്ന് പറയുന്ന ആളെ ആൾക്കൂട്ടാക്രമണം എന്ന് നമ്മൾ പൊതുവെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അത് അതിഭീകരമായ വംശീയ കൊലപാതകം എന്നുള്ള നിലയ്ക്ക് വേണം അടയാളപ്പെടുത്താൻ. കാരണം എന്തുകൊണ്ടാണ് രാംനാരായണൻ എന്ന് പറയുന്ന ആള് കൊല്ലപ്പെടാനുണ്ടായ കാരണം എന്താണ്? അദ്ദേഹത്തെ തല്ലിക്കൊല്ലാനിടയായ സാഹചര്യം എന്താണ്? ഒരു ബംഗാളി മുസ്ലിം ആണെന്നുള്ളതാണ് അദ്ദേഹത്തെ തല്ലിക്കൊല്ലാനിടയാക്കിയ കാരണം. അതിലെ ആളുകളെല്ലാം ഹിന്ദുത്വ വർഗീയവാദികൾ, ഹിന്ദുത്വ വംശീയവാദികളാണ് എന്നുള്ളത് ഇന്നിപ്പോ റിപ്പോർട്ടിലൂടെ, അന്വേഷണങ്ങളിലൂടെ നമുക്ക് പുറത്തായി കഴിഞ്ഞു ആ വാർത്ത. അപ്പൊ ഒരു മുസ്ലിമിന്, ഒരു ന്യൂനപക്ഷത്തെ വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് കേരളത്തിൽ പോലും ജീവിക്കാൻ അവകാശമില്ലെന്ന് പറയുന്ന രീതിയിലേക്ക് ഈ വംശീയ വിദ്വേഷം അതിഭീകരമായി പടരുന്നൊരു നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പൊ കേരളം പോലെ ഒരു സ്ഥലത്ത് ഈ പറയുന്ന വംശീയ വിദ്വേഷം പടർത്തി മനുഷ്യരെ വിഭജിക്കുന്നതിനുള്ള ഹിന്ദുത്വ രാഷ്ട്രീയം പടർത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു തരത്തിൽ നമുക്ക് അനുവദിച്ചു കൂടാൻ കഴിയാത്ത ഡോക്ടർ ടി എസ് ശ്യാംകുമാർ,